Okay, start. Hello guys, welcome back to Future Plus Academy. So നമ്മൾ ഇന്ന് പുതിയൊരു ലൈവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ IGNOU ഫസ്റ്റ് ഇയർ BA സൈക്കോളജി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ലൈവ് വീഡിയോ ആണിത്. അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കില്ലേ, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. അപ്പോൾ അതിലെ കുറച്ച് ടോപ്പിക്, അതായത് ഫസ്റ്റ് ബ്ലോക്കിലെ 2 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആ 2 ചാപ്റ്റേഴ്സും നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇപ്പോൾ ലൈവിൽ വന്നവരുടെ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരായിക്കോട്ടെ ഈ ഒരു IGNOUന്റെ അണ്ടറിൽ BA സൈക്കോളജി ഫസ്റ്റ് ഇയർ പഠിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ അറിയിക്കാം. ഈ ലൈവ് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും കേട്ടോ കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തോക്കാം, ആരെങ്കിലും പുതിയ ആൾക്കാർ വരുമെന്ന് കേട്ടോ. സോ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ക്രാഷ് കോഴ്സിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ലൈവും സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി കൊടുക്കുന്ന ക്രാഷ് കോഴ്സിൻ്റെ പേരാണ് റാപ്പിഡ് എന്ന് പറയുന്നത്. റാപ്പിഡ് 30 ആണ് നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ പേര്. അതായത് ജൂൺ ബാച്ചിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജൂൺ ബാച്ചിലല്ല ജൂൺ എക്സാമിന്, ജൂണിൽ നമുക്ക് എക്സാം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലിങ്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അതായത് ആപ്പിലേക്കുള്ള ആക്സസ് ഉണ്ടാവും, നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് ആപ്പിലേക്കുള്ള ആക്സസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും. ബ്ലോക്ക് വൈസ്, ഓരോ ബ്ലോക്ക് വൈസ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിലേക്കുള്ള ഷോർട്ട് നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മെന്റേഴ്സിന്റെ സപ്പോർട്ടും ഉണ്ടാവും കേട്ടോ. പഠിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സൂം ലൈവ് സെഷൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. സോ എത്ര എന്താ പറയുക, ഏതൊക്കെ സബ്ജക്ട്സിനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കോഴ്സിനാണ് നമ്മൾ ലൈവ് സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, BA സൈക്കോളജി, BBA, പിന്നെ അതുപോലെ തന്നെ BCom ഫൈനാൻസ്, MA സൈക്കോളജി, MCom, MA ഇംഗ്ലീഷ്, ഇത്രയും സബ്ജക്ട്സിനാണ് നമ്മൾ എന്താ പറയുക നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ പേരാണ് റാപ്പിഡ് 30 എന്ന് പറഞ്ഞ ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. സോ നമ്മൾ തുടങ്ങല്ലേ നമ്മുടെ സൈക്കോളജി, അതായത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിന്റെ, അതായത് BA ഫസ്റ്റ് ഇയേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. നമ്മുടെ ബ്ലോക്കിന്റെ പേരും നമ്മുടെ സബ്ജക്റ്റിന്റെ പേരും എന്താണ്? സെയിം ആണ് അല്ലേ? അതായത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് സൈക്കോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്നല്ലേ പറയാം. അപ്പം നമ്മളെ ഒരാളോട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നമ്മുടെ സെൽഫ്. നമ്മൾ എന്തൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം? നമ്മളെ ഹൈലൈറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലേ, നമ്മളെ നെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യും, നമ്മളെ ക്വാളിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അങ്ങനെ തന്നെ നമ്മൾ സൈക്കോളജീനെ കുറിച്ച്, സൈക്കോളജി എന്താ, സൈക്കോളജി മറ്റുള്ളതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ളത്, സൈക്കോളജീൻ്റെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, എല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ സൈക്കോളജീൻ്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, അതൊക്കെ നമ്മൾ എന്താണ് നമ്മൾ അങ്ങോട്ട് പറയുന്നതാണ് എന്ത്, അല്ലെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത്. എന്താണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി? അതുപോലെ തന്നെ നമ്മളെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിലെ ബ്ലോക്ക് 1 ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിലെ യൂണിറ്റ് 1ഉം 2 ആണുള്ളത് അല്ലേ. ഫസ്റ്റ് എന്താണ് യൂണിറ്റ്? ഒറിജിൻ ഓഫ് സൈക്കോളജി. സെക്കൻഡ് എന്താണ്? സ്കോപ്പ് ആണ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് 1 ആയിട്ടുള്ള ഒറിജിൻ ഓഫ് സൈക്കോളജിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒറിജിൻ ഓഫ് സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്? സൈക്കോളജി ഇങ്ങനെ ബിഗിനിങ് പോയിന്റിൽ, സൈക്കോളജീൻ്റെ ബിഗിനിങ് പോയിന്റ് മുതൽ ഉള്ള കാര്യങ്ങളാട്ടോ ഒറിജിൻ ഓഫ് സൈക്കോളജിയിൽ പറയുന്നത്. അതായത് ഇപ്പോൾ സൈക്കോളജിനെ എങ്ങനെയാണ് പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു ബിഗിനിങ് പീരീഡിൽ സൈക്കോളജീനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, സൈക്കോളജീനെ എങ്ങനെയാണ് ആൾക്കാരോട് എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത് ഈ ഒരു ലൈവിൽ പറയാൻ പോകുന്നത് കേട്ടോ. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ നമുക്ക് തുടങ്ങല്ലേ. അതായത് ഫസ്റ്റ് യൂണിറ്റ് ഒറിജിൻ ഓഫ് സൈക്കോളജി.
അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ വെച്ച് തന്നെ തുടങ്ങാം അല്ലേ. പണ്ട് എങ്ങനെയായിരുന്നു സൈക്കോളജിയെ ഡിഫൈൻ ചെയ്തത്? അപ്പോൾ നമ്മൾ സൈക്കോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിലേക്ക് വന്നത് എങ്ങനെയായിരിക്കും? പലരും എന്താ പറയുക, കേട്ടറിവിലൂടെ ആയിരിക്കും അല്ലേ, സൈക്കോളജി ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വന്നിട്ടുണ്ടാവുക അല്ലേ. അതായത് ഇപ്പോൾ ഞാൻ തന്നെ സൈക്കോളജി എന്ന് പറയുമ്പം എന്താണെന്ന് വെച്ചാൽ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ സൈക്കോളജി എന്ന് പറയുന്നത് മൈൻഡ് റീഡിംഗ് ആണെന്നാണ് മെയിനായിട്ട് ഞാൻ വിചാരിച്ചത്. എൻ്റെ ഒരു മിസ്കൺസെപ്ഷൻ തന്നെയായിരുന്നു അതല്ലേ. നമുക്ക് മനസ്സിലായി പിന്നെ പഠിച്ചു വന്നപ്പോൾ സൈക്കോളജി എന്താണെന്നല്ലേ. അപ്പം മൈൻഡ് റീഡിങ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കാൾ ഉപരി എന്താണ് ഓരോ ബിഹേവിയറിൻ്റെയും ഉള്ളിൽ വരുന്ന തിയറീസ്, ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ സൈക്കോളജിയിലൂടെ പഠിക്കുന്നത്. നമുക്ക് കൂടുതൽ സൈക്കോളജി അറിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ. സോ നമ്മളും സൈക്കോളജിയെ അറിയാൻ പോവാണ് അല്ലേ. ഈ ഒരു ഫസ്റ്റ് സബ്ജക്റ്റിലൂടെ, ഫസ്റ്റ് ബ്ലോക്കിലൂടെയാണ് നമ്മളത് അറിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സൈക്കോളജിയെ പണ്ട് എങ്ങനെയാണ് ആൾക്കാർ ഡിഫൈൻ ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് സൈക്കോളജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഏർലി ഡെഫിനിഷൻസ് ഓഫ് സൈക്കോളജി. സൈക്കോളജിയെ ഏർലി കാലങ്ങൾ, അതായത് പണ്ടത്തെ കാലങ്ങളിൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തതെന്നാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. സോ സൈക്കോളജി എന്ന് പറയുന്നത് ഇനീഷ്യലി എന്തിൻ്റെ പാർട്ടായിരുന്നു? നമ്മുടെ ഫിലോസഫിയുടെ പാർട്ടായിരുന്നു എന്ത്, സൈക്കോളജി എന്ന് പറയുന്നത് അല്ലേ. ഫിലോസഫിയുടെ പാർട്ടായിരുന്നു എന്ത്, സൈക്കോളജി എന്ന് പറയുന്നത്. ഫിലോസഫി എന്താണ് മെയിനായിട്ട്? തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യം അല്ലേ. ക്രിട്ടിക്കൽ തിങ്കിങ്, ഡീപ്പ് ആയിട്ടുള്ള തിങ്കിങ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നതാണ് എന്ത്, ഫിലോസഫി എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ എന്താ പറയുക, നമ്മുടെ നോളജ് അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസ്, എക്സിസ്റ്റൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതാണ് എന്ത്, ഫിലോസഫി. സോ അതിൻ്റെ ഭാഗമായിരുന്നു പണ്ട് എന്ത്, നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് ദ സയൻസ് ഓഫ് സോൾ എന്നാണ് പണ്ട് ആൾക്കാർ എന്തിനെ വിളിച്ചിരുന്നത്, സൈക്കോളജിയെ വിളിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡെഫിനിഷൻ, ദ സയൻസ് ഓഫ് സോൾ എന്നുള്ള ഡെഫിനിഷൻ എന്തായി, അതിന് ഒരു പൂർണ്ണതയില്ല അല്ലേ. വാഗ്നെസ് കൊണ്ടും അതുപോലെ തന്നെ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള നേച്ചർ ആയതുകൊണ്ടും ഒരു വാഗ്നെസ്, അതായത് പരിപൂർണത ഇല്ലാത്തൊരു എന്താ പറയുക ഡെഫിനിഷനായി. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു സോളിൻ്റെ നാച്ചർ എന്നാണ് മെറ്റാഫിസിക്കൽ, ഒരു സയൻസിന് അതീതമായി തോന്നുകയും ചെയ്തുകൊണ്ട് തന്നെ ആ ഡെഫിനിഷൻ നമ്മൾ ഡ്രോപ്പ് ചെയ്യാണ് ചെയ്തത്. അവിടുന്ന് ആ ഡെഫിനിഷൻ പിന്നെ നമ്മൾ മുന്നോട്ടത്തെ കാലങ്ങളിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സോൾ എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ എന്താണ്, സോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള സംഭവമൊക്കെ അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തെ എന്താക്കാൻ പറ്റിയില്ല, അതിൻ്റെ പ്രിസൈസ് ആയിട്ടുള്ള നേച്ചർ എന്താണ് സോൾ എന്ന് ആർക്കും എന്താക്കാൻ പറ്റിയില്ല, ഡിഫൈൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ദ സയൻസ് ഓഫ് സോൾ എന്ന് പറഞ്ഞൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ സെന്റൻസ്, സൈക്കോളജിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ച സെന്റൻസ് അവിടെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് വാസ് കൺസിഡേർഡ് ഇൻഅഡക്വേറ്റ് ഫോർ ദ കാനൺസ് ഓഫ് സയൻസ്. സയൻസിന് കുറച്ച് സംഭവങ്ങളുണ്ട് അല്ലേ. അതായത് ടെസ്റ്റബിൾ ആയിരിക്കണം, ഒബ്സർവബിൾ ആയിരിക്കണം, എക്സ്പെരിമെന്റൽ ആയിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ സോൾ എന്ന് പറഞ്ഞൊരു കാര്യം സയൻസ് ആണോ? അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ സോൾ എന്ന് പറഞ്ഞൊരു കാര്യം എന്താക്കി, സോൾ അല്ലെങ്കിൽ ദ സയൻസ് ഓഫ് സോൾ എന്ന് പറഞ്ഞ സൈക്കോളജിയുടെ ഡെഫിനേഷൻ അവിടെ ഡ്രോപ്പ് ചെയ്യാണ് ഉണ്ടായത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഡെഫിനേഷനിൽ പറയാനുള്ളത്. അതായത് ഫസ്റ്റ് ഏറ്റവും ആദ്യം കൊണ്ടുവന്ന സൈക്കോളജിൻ്റെ ഡെഫിനേഷനിൽ പറയാനുള്ളത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇത് സയൻസ് ഓഫ് സോൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അടുത്തതെന്ന് പറയുന്നത് നെക്സ്റ്റ് സൈക്കോളജി വാസ് ഡിഫൈൻഡ് ആസ് ദ സയൻസ് ഓഫ് മൈൻഡ്. നമ്മൾ സയൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന രീതിയിൽ സൈക്കോളജിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. സയൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും നോക്കല്ലേ. അതായത് സയൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് ഇമോഷൻസ് ആയിക്കോട്ടെ അങ്ങനത്തെ കാര്യങ്ങളായിക്കോട്ടെ, അതിനൊക്കെ നമ്മൾ എന്താ പറയുക, അത് സയൻസ് ഓഫ് മൈൻഡ് എന്നാണ് സൈക്കോളജിയെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഈ ഡെഫിനിഷനും എന്താക്കി ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം എന്താണ്, ഈ മൈൻഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഒബ്സർവബിൾ അല്ല, ഡയറക്റ്റ്ലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂല അല്ലേ. ഇപ്പം പറയുന്നത് എന്താണ്, സൈക്കോളജി എന്താണ്, ഒബ്സർവബിൾ ബിഹേവിയറിനെ മെഷർ ചെയ്യുന്നതാണ് സൈക്കോളജി എന്നൊക്കെ പിന്നെ വന്ന ഡെഫിനേഷൻസ് ആണ്. അതിന്റെ മുമ്പ് വന്ന എന്താണ്, ദ സയൻസ് ഓഫ് മൈൻഡ് ആണ്. മൈൻഡ് എന്ന് പറഞ്ഞ സംഭവം മെഷർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും പിന്നെ ഓവേർട്ട് ബിഹേവിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മൈൻഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഈ ദ സയൻസ് ഓഫ് മൈൻഡ് എന്നുള്ളൊരു ഡെഫിനിഷൻ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തു, അതും നമ്മൾ അവിടെ ഉപേക്ഷിച്ചു. പിന്നെ അടുത്തതാണ് എന്ത്, ലേറ്റർ സൈക്കോളജി വാസ് ഡിഫൈൻഡ് ആസ് ദ സയൻസ് ഓഫ് കോൺഷ്യസ്നസ്. ദ സയൻസ് ഓഫ് കോൺഷ്യസ്നസ് എന്നാണ് പിന്നെ നമ്മുടെ സൈക്കോളജിയെ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ കോൺഷ്യസ്നസ്, അൺകോൺഷ്യസ്നസ്, പ്രീ കോൺഷ്യസ്നസ് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ ഫ്രോയിഡിൻ്റെ. അപ്പോൾ നമ്മൾ ദ സയൻസ് ഓഫ് കോൺഷ്യസ്നസ്, ഫ്രോയിഡ് വരുന്നതിൻ്റെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും കേട്ടോ. ദ സയൻസ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് നമ്മൾ എന്താക്കി, സൈക്കോളജിനെ ഡിഫൈൻ ചെയ്തു. അപ്പം ഈ ഒരു ഡെഫിനിഷനും അധികകാലം നീണ്ടു നിന്നില്ല. ഇതിനെന്തായിട്ടുണ്ട്,
കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട്. അതാണ് ഒബ്സലീറ്റ് എന്ന് പറയുന്നത് ഡ്യൂ ടു സെവറൽ റീസൺ. പല റീസൺ കൊണ്ടും നമ്മൾ ആ ഒരു ഡെഫിനിഷനെയും അവിടെ തന്നെ ഉപേക്ഷിച്ച് പോകുന്നു എന്നാണ്. അതായത് ഈ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ഒബ്ജക്റ്റീവ്ലി സ്റ്റഡി ചെയ്യാൻ പറ്റില്ല, സബ്ജക്റ്റീവ്ലി സ്റ്റഡി ചെയ്യാൻ പറ്റും. അതായത് സയൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒബ്ജക്റ്റീവ്ലി ആയിരിക്കണം അല്ലെ സ്റ്റഡി ചെയ്യുന്നത്. സബ്ജക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ അഭിപ്രായവും പലരുടെയും അഭിപ്രായം അതിൽ വരും, അതല്ലേ. അതായത് കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ ഒരു സംഭവം സബ്ജക്റ്റീവ് ആണല്ലേ. എൻ്റെ കോൺഷ്യസ്നെസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസ് ആയിരിക്കില്ല, തോട്ട്സ് ആയിരിക്കില്ല, ഒന്നും ആയിരിക്കില്ല വേറൊരാൾക്കുള്ളത്. അപ്പൊ ഇത് സബ്ജക്റ്റീവ് ആണ്. അപ്പൊ കോൺഷ്യസ്നെസ് എന്നുള്ളൊരു സംഭവം ഒബ്ജക്റ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണെന്നാണ് ഒരു റീസൺ പറയുന്നത്. അതായത് സെവറൽ റീസൺ ഉണ്ടല്ലോ, അതിൽ ഒരു റീസൺ ആണ് എന്ത്, consciousness cannot be studied objectively as a personal and subjective. ഇനി അടുത്തതാണ് അബ്നോർമൽ സൈക്കോളജി ഹൈലൈറ്റഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അൺകോൺഷ്യസ് മൈൻഡ്. അതായത് ഫ്രോയിഡ് കൊണ്ടുവന്നില്ലേ, അതായത് അൺകോൺഷ്യസ് മൈൻഡിലെ അൺകോൺഷ്യസ് മോട്ടീവ്സ് ആണ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്, അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിനാണ് അബ്നോർമൽ സൈക്കോളജിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ കോൺഷ്യസ് മൈൻഡിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ദ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ അടുത്ത റീസൺ, രണ്ടാമത്തെ റീസൺ ആണിത്. മൂന്നാമത്തെ റീസൺ എന്താണ്, ദ ടേം കോൺഷ്യസ്നെസ് ഡിഡ് നോട്ട് എൻകംപാസ് എനി ആനിമൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറോ ആനിമൽ ബിഹേവിയറോ ആയിട്ട് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവം കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അടുത്ത റീസൺ ആയിട്ട് പറഞ്ഞത് ഇതാണ്, ഈ ഒരു എന്താ പറയുക ഡെഫിനിഷൻ ഡ്രോപ്പ് ചെയ്യാനുള്ള റീസൺ. പിന്നത്തെ റീസൺ എന്ന് പറയുന്നത്, നാലാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഇറ്റ് വാസ് കൺസിഡർഡ് ടു ഹാവ് എ ഫിലോസഫിക്കൽ ടിഞ്ച് ബൈ മോഡേൺ സൈക്കോളജിസ്റ്റ്. ഈ ഒരു കോൺഷ്യസ്നെസ് അൺകോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫിലോസഫിൻ്റെ ഒരു ചെറിയൊരു ഒരു പതിപ്പ് എവിടെയോ ഉണ്ട്, അല്ലെങ്കിൽ ഫിലോസഫിൻ്റെ ചെറിയൊരു ടച്ച് എവിടെയോ ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഇത്രയും റീസൺസ് കൊണ്ടാണ് നമ്മളിത് സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞൊരു സൈക്കോളജിൻ്റെ ഡെഫിനിഷൻ അവിടെ ഡ്രോപ്പ് ചെയ്തത് കേട്ടോ. സോ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചത്, ഏതൊക്കെ ഡെഫിനിഷൻസ് ആണ്, ഇത് സയൻസ് ഓഫ് സോൾ പഠിച്ചു, ദ സയൻസ് ഓഫ് സോൾ പഠിച്ചു, അതുപോലെ തന്നെ ദ സയൻസ് ഓഫ് മൈൻഡ് പഠിച്ചു, പിന്നെ അതുപോലെ തന്നെ ദ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ്സും നമ്മൾ പഠിച്ചു. ഇനി അടുത്തതാണ് ദ ഷിഫ്റ്റ് ടു സയൻസ് ഓഫ് ബിഹേവിയർ. സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് പിന്നെ സൈക്കോളജിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അത് ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് അറിയാം. അതായത് ഇൻ ദ ഏർലി 20th century ജോൺ ബി വാട്സൺ, നമ്മുടെ വാട്സൺ ഇല്ലേ, വാട്സൺ ആണ് ആദ്യമായിട്ട് സൈക്കോളജിയെ ദ സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു കേട്ടോ. അതായത് നമ്മുടെ വാട്സൺ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ബിഹേവിയറിസത്തിന്റെ, നമ്മുടെ സൈക്കോളജിയുടെ ഒരു മെയിൻ പാർട്ടായിട്ടുള്ള ബിഹേവിയറിസത്തിന്റെ ഫൗണ്ടറാണ് ആര്, നമ്മുടെ ജോൺ ബി വാട്സൺ എന്ന് പറയുന്ന ആള്. ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത എന്താന്ന് വെച്ചാൽ ദ സയൻസ് ഓഫ് ബിഹേവിയർ എന്നാണ് സൈക്കോളജിയെ പറഞ്ഞിട്ടുള്ളത്. the study of behavior അല്ലെങ്കിൽ the science of behavior. Watson rejected mind as the subject of psychology. മൈൻഡ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഒബ്സർവബിൾ അല്ലാത്തത് കൊണ്ടും മെഷർ ചെയ്യാനൊന്നും പറ്റാത്തത് കൊണ്ടും മൈൻഡ് എന്നുള്ളൊരു സംഭവവും സൈക്കോളജിയും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് ആര് പറഞ്ഞു, നമ്മുടെ വാട്സൺ പറഞ്ഞിട്ടുണ്ടായി. സോ അതുകൊണ്ട് തന്നെ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്, ഒബ്സർവബിൾ ബിഹേവിയർ മാത്രമാണെന്നാണ് വാട്സൺ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഇൻസിസ്റ്റഡ് ദാറ്റ് സൈക്കോളജി ഷുഡ് ഫോക്കസ് ഓൺ ഒബ്സർവബിൾ or potentially observable activities of people and animals. സൈക്കോളജി എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ബിഹേവിയേഴ്സിനെയാണ്, അതായത് ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ആര് പറഞ്ഞു, വാട്സൺ പറഞ്ഞു. അത് ആനിമൽസിലായിക്കോട്ടെ ഹ്യൂമൻസിലായിക്കോട്ടെ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഒബ്സർവബിൾ ബിഹേവിയേഴ്സിനാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് നമ്മുടെ വാട്സൺ പറഞ്ഞു. സോ വാട്സന്റെ ഡെഫിനിഷൻ ആണ് എന്ത്, വാട്സൺ മെയിൻ ആയിട്ട് കൊണ്ടുവന്ന ഡെഫിനിഷൻ ആണ് ദ സയൻസ് ഓഫ് ബിഹേവിയർ. അപ്പൊ അടുത്ത ഡെഫിനിഷൻ എന്താണ്, ദ സയൻസ് ഓഫ് ബിഹേവിയർ ആണ് കേട്ടോ സൈക്കോളജിന്റെ ഡെഫിനിഷൻ. ഇനി അടുത്തതാണ് കറന്റ് ഡെഫിനിഷൻസ് ഓഫ് സൈക്കോളജി. നമ്മുടെ കറന്റ് ഡെഫിനിഷൻസിലെ നമ്മളിപ്പോൾ പണ്ടത്തെ കാലങ്ങളിലെ ഡെഫിനിഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കറന്റ് ഡെഫിനിഷൻ, ഇപ്പോൾ ഉള്ള ഡെഫിനിഷൻസ് എന്താണെന്ന് നോക്കാം സൈക്കോളജിന്റെ. സോ ഫസ്റ്റ് ഡെഫിനിഷൻ ആണ് സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് സയൻസ് ടു ഹ്യൂമൻ പ്രോബ്ലംസ്. എന്താണ്, ആരാണ് പറഞ്ഞത്, മോർഗൻ എറ്റ് ആൾ 1986 പറഞ്ഞ ഡെഫിനിഷൻ ആണ് എന്ത്, സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ. ആനിമൽ ബിഹേവിയറിന്റെയും ഹ്യൂമൻ ബിഹേവിയറിന്റെയും സയൻസ് ആണ് എന്ത്, സൈക്കോളജി എന്ന് പറയുന്നത്.
it includes the application of the science to human problems. ഈ സയൻസ് അതായത് ഹ്യൂമൻ്റെയും ആനിമൽ ബിഹേവിയറിൻ്റെയും സയൻസ് പഠിക്കുന്നതാണ് സൈക്കോളജി. ഈ ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് നമുക്ക് എന്താണ് ഹ്യൂമൻ പ്രോബ്ലംസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, ആ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ആര് പറഞ്ഞിട്ടുണ്ട്? മോർഗൻ എറ്റാലിൻ്റെ ഡെഫിനിഷൻ 1986 ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഡെഫിനിഷൻ വരുന്നത് എന്താണ്? The scientific study of behavior and mental process ആണ്. The scientific study of behavior and mental process ആണ് നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത്. ആര് പറഞ്ഞിട്ടുണ്ട്? ഫെൽഡ്മാൻ ഇൻ 1996 പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ മെന്റൽ പ്രോസസ്സ് എന്തൊക്കെയാണ്? നമ്മുടെ മോട്ടിവേഷണൽ പ്രോസസ്സ് വരും, കോഗ്നിറ്റീവ് പ്രോസസ്സ് വരും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരും അല്ലേ. അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാത്തിനെയും കുറിച്ച് സയന്റിഫിക് ആയി സ്റ്റഡി ചെയ്യുന്നതാണ് സൈക്കോളജി എന്ന് ആര് പറഞ്ഞിട്ടുള്ളത്? ഫെൽഡ്മാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത ഡെഫിനിഷൻ ആണ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്സസ് ആൻഡ് ഹൗ ദേ ആർ അഫക്റ്റഡ് ബൈ ആൻ ഓർഗാനിസംസ് ഫിസിക്കൽ സ്റ്റേറ്റ്, മെന്റൽ സ്റ്റേറ്റ് ആൻഡ് എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്. നമ്മൾ സയന്റിഫിക് സ്റ്റഡിയാണ് എന്ത്? സൈക്കോളജി. അത് മെന്റൽ പ്രോസസ്സിൻ്റെയും ബിഹേവിയറിൻ്റെയും സയന്റിഫിക് സ്റ്റഡിയാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ബിഹേവിയറും മെന്റൽ പ്രോസസ്സും ഒക്കെ നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റ്, നമ്മുടെ മെന്റൽ സ്റ്റേറ്റ്, എക്സ്റ്റേണൽ എൻവിറോൺമെന്റ് എങ്ങനെയാണ് ഇതിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നതെന്നും കൂടി പഠിക്കുന്നതാണ് നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത്. ആര് പറഞ്ഞിട്ടുണ്ട്? ടാബ്രിസ് ആൻഡ് വെയ്ഡ് 1997 പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹ്യൂമൻസിൻ്റെ ആനിമൽസിൻ്റെയും ബിഹേവിയറിനെയും മെന്റൽ പ്രോസസ്സിനെയും പഠിക്കുന്നു. അതുപോലെ തന്നെ ഈ മെന്റൽ പ്രോസസ്സിനെയും ബിഹേവിയേഴ്സിനെയും എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫിസിക്കൽ സ്റ്റേറ്റ്, മെന്റൽ സ്റ്റേറ്റ്, എക്സ്റ്റേണൽ എൻവിറോൺമെന്റ് എന്നിവയെക്കുറിച്ചും കൂടി പഠിക്കുന്നതാണ് സൈക്കോളജി എന്നാണ് ഈ ഒരു ടാബ്രിസ് ആൻഡ് വെയ്ഡ് 1997 പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത ഡെഫിനിഷൻ ആണ് സൈക്കോളജി ഈസ് ഓൾ അബൌട്ട് ഹ്യൂമൻ ബിഹേവിയർ, അബൌട്ട് മെന്റൽ പ്രോസസ്സസ് ആൻഡ് അബൌട്ട് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് ഒക്യൂർ. സൈക്കോളജി ഓൾ അബൌട്ട് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് ആൻഡ് ദ സിറ്റുവേഷൻ ദാറ്റ് ഒക്യൂർ ആണ്. അതായത് ഈ മെന്റൽ പ്രോസസ്സും പലതരത്തിലുള്ള മെന്റൽ പ്രോസസ്സ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ബിഹേവിയർ നമുക്ക് ഉണ്ടാവാറുണ്ടല്ലേ, അതൊക്കെ ഒക്യൂർ ചെയ്യുന്ന കോണ്ടെക്സ്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യലും കൂടിയാണ് സൈക്കോളജി എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ദാസ് 1998 പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്തായിരിക്കും സിറ്റുവേഷൻ? നമ്മുടെ ബിഹേവിയർ ആങ്കർ എന്ന് പറയുന്ന ഒരു ബിഹേവിയർ ആയിട്ട് മാറുകയാണ്. അപ്പൊ അതിനോടനുസരിച്ചുള്ള മെന്റൽ പ്രോസസ് ആണ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത്. സോ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താന്ന് പഠിക്കലും കൂടി എന്താണ്? സൈക്കോളജി ആണെന്നാണ് പറയുന്നത്. ആ ആങ്കർ വരാൻ കാരണം, അതായത് ആങ്കർ വരാൻ കാരണമായിട്ടുള്ള, ദേഷ്യം വരാൻ കാരണമായിട്ടുള്ള ആ സിറ്റുവേഷനും കൂടി പഠിക്കലാണ് എന്ത്? സൈക്കോളജി എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ദാസ് 1998 പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്തതാണ് ഡെഫിനിഷൻ ദ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്സസ്. സയൻസ് ഓഫ് ബിഹേവിയറും അതുപോലെ തന്നെ മെന്റൽ പ്രോസസ്സും ആണ് സൈക്കോളജി എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ലേഹയിൻ 1998 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മെന്റൽ പ്രോസസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരും, കോഗ്നിറ്റീവ് കാര്യങ്ങൾ വരും, അതുപോലെ തന്നെ മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരും, എല്ലാ കാര്യങ്ങളും വരും അല്ലേ. പിന്നെ അടുത്ത ഡെഫിനിഷൻ ആണ് ദ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്സസ്. നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സും ബിഹേവിയറിനെയും കുറിച്ച് പഠിക്കലാണ് നമ്മുടെ സൈക്കോളജി എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ബാരൻ 1999 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്തായിരിക്കും? നമ്മൾ മെയിനായിട്ടുള്ള അറ്റൻഷൻ, പെർസെപ്ഷൻ, അങ്ങനത്തെ അതിൻ്റെ പിന്നിലൊക്കെ ഉള്ള മെന്റൽ ഓപ്പറേഷൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്, അല്ലെങ്കിൽ അറിയുന്നതാണ് എന്ത്? കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത് അല്ലേ. സോ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ് ആണ് സൈക്കോളജി എന്ന് ആര് പറഞ്ഞിട്ടുള്ളത്? ബാരൻ 1999 പറഞ്ഞിട്ടുള്ളത്. സോ ഇനി അടുത്ത ഡെഫിനിഷൻ ആണ്, കുറേ ഡെഫിനിഷൻസ് ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഒന്ന് പഠിച്ചാൽ പിന്നെ ബാക്കിയെല്ലാം കിട്ടുന്ന ടൈപ്പിലുള്ള ഡെഫിനിഷൻ ആട്ടോ. കാരണം ഒന്നിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്താൽ വേറൊരു ഡെഫിനിഷൻ ആവും, എന്തെങ്കിലും അങ്ങോട്ട് മുറിച്ച് കഴിഞ്ഞാൽ വേറൊരു ഡെഫിനിഷൻ ആവും, അങ്ങനെ ആട്ടോ വരുന്നത്. സോ ഈസിയാണ്. പിന്നെ അടുത്ത ഡെഫിനിഷൻ ആണ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഓർ ആനിമൽസ് ബിഹേവിയർ ആൻഡ് മൈൻഡ്. ബിഹേവിയറിനെയും മൈൻഡിനെയും കുറിച്ചുള്ള സ്റ്റഡിയാണ് സൈക്കോളജി എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നയർനെ ഇൻ 2003 പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് അടുത്ത ഡെഫിനിഷൻ ആണ് എ സയൻസ് ഇൻ വിച്ച് ബിഹേവിയറൽ ആൻഡ് അതർ എവിഡൻസ് ഇസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇന്റേണൽ പ്രോസസ്സസ് ലീഡിങ് പീപ്പിൾ ടു ബിഹേവ് ആസ് ദേ ഡു. നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണെന്നാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് എയ്സങ്ക് പറഞ്ഞിട്ടുള്ളത് 2004. അതായത് ദ സയൻസ്
science in which behavioral and other evidences is used to understand the internal process leading people to behave as they do. അതായത് നമ്മൾ ഇന്റേണൽ പ്രോസസ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ് എന്ത് സൈക്കോളജി എന്ന് പറയുന്നത്. ഓരോ ബിഹേവിയറിലേക്കും ലീഡ് ചെയ്യുന്ന ഇന്റേണൽ പ്രോസസ്സും അതുപോലെ തന്നെ ബിഹേവിയറും അതുപോലെ തന്നെ അതർ എവിഡൻസസും ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ് എന്ത് സൈക്കോളജി എന്നാണ് എയ്സങ്ക് പറഞ്ഞിട്ടുള്ളത്. അതായത് അത് സ്പീഷീസ് നമുക്ക് എടുക്കാം, ആനിമൽസിനെ എടുക്കാം, അങ്ങനത്തെ ഓരോ സ്പീഷീസിലെയും ഇന്റേണൽ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക എവിഡൻസസ്, അതായത് അതർ എവിഡൻസസും നമ്മളെ പിന്നെ ഇന്റേണൽ പ്രോസസ്സും ഒക്കെ എങ്ങനെയാണ് ഓരോ തരത്തിലും മനുഷ്യനെയോ ആനിമൽസിനെയോ ഒക്കെ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്, അവർ ബിഹേവ് ചെയ്യും പോലെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യുന്നതാണ് സൈക്കോളജി എന്നാണ് എയ്സങ്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്തതാണ് ദ സയന്റിഫിക്, അടുത്ത ഡെഫിനിഷൻ ആണ് എന്ത് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്സസ്. നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്സസ്. അതായത് നമ്മുടെ കുറച്ച് അധികം ആൾക്കാർ ഈ ഒരു ഡെഫിനിഷൻ കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ദ സ്റ്റഡി എന്താ പറയുക നമ്മുടെ എല്ലാവരും പറയുന്ന ഒരു ഡെഫിനിഷൻ അല്ലേ. അതായത് ഇപ്പോൾ നേരത്തെ കുറേ ആൾക്കാർ പറഞ്ഞു ഈ സെയിം ഡെഫിനിഷൻ, അതായത് ദ സയൻസ് ദാറ്റ് സ്റ്റഡീസ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്സസ്. അതാണ് സെയിം ഡെഫിനിഷൻ ആണല്ലേ, രണ്ടും ഏകദേശം സയന്റിഫിക് അല്ലെങ്കിൽ സയൻസ്, ആ ഒരു രണ്ട് ഡിഫറൻസേ ഉള്ളൂ. അതാണ് രാത്തൂസ് ഇൻ 2008 പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും ഡെഫിനിഷൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആണ് കേട്ടോ ഡെഫിനിഷൻസ് ഒക്കെ, അതായത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കേണ്ടി വരുള്ളൂ, കാരണം ഓരോ ഡെഫിനിഷൻസും ഇങ്ങനെ കണക്റ്റഡ് ആണ് അല്ലേ. കാരണം എല്ലാം സൈക്കോളജിയുടെ ഡെഫിനിഷൻ തന്നെയാണ്, അതും ന്യൂ ആയിട്ടുള്ള കറന്റ് ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ എല്ലാത്തിലും എന്തായിരിക്കും സയന്റിഫിക് സ്റ്റഡി ആയിരിക്കും തുടങ്ങുന്നുണ്ടാവുക, മെന്റൽ ആൻഡ് ബിഹേവിയറൽ പ്രോസസ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ അണ്ടറിലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നതെന്നുണ്ടാവും, പുറത്തുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടാവും കേട്ടോ. സോ ഈസിയാണ്. സോ നമ്മൾ ഡെഫിനിഷൻസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇനി അടുത്തതാണ് നമ്മൾ ബിഹേവിയർ. നമ്മൾ കുറേ ഈ ഡെഫിനിഷൻസിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ബിഹേവിയർ അല്ലെങ്കിൽ മെന്റൽ പ്രോസസ്സ് എന്നല്ലേ. സോ നമുക്ക് ബിഹേവിയറിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, എന്താണ് ബിഹേവിയർ എന്നുള്ളത്. സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ ആണ്. ബിഹേവിയറിന്റെ നേച്ചറും അതുപോലെ തന്നെ എന്തൊക്കെ ക്യാരക്ടറാണ്, എന്തൊക്കെ തരത്തിലാണ് ബിഹേവിയർ ഉള്ളതെന്നൊക്കെയാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത്, ജസ്റ്റ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ബിഹേവിയേഴ്സ് എന്താണ്, നേച്ചർ ഓഫ് ബിഹേവിയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഒബ്സർവബിൾ ആയിരിക്കണം. ബിഹേവിയർ എന്ന് പറഞ്ഞൊരു കാര്യത്തിന്റെ അടിസ്ഥാനമാണ് എന്ത്, അത് ഒബ്സർവബിൾ ആയിരിക്കണം എന്നുള്ളത്. അതായത് ബിഹേവിയർ ഒബ്സർവബിൾ ആയിരിക്കണം കേട്ടോ. ബിഹേവിയർ ഈസ് എവറിത്തിങ് ഓർ എനിത്തിങ് എ ഹ്യൂമൻ ഓർ ആനിമൽ ഡസ് ദാറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ സം വേ. ഒരു ആനിമലോ ഒരു ഹ്യൂമനോ ചെയ്യുന്ന കാര്യം, പക്ഷെ അത് എന്താക്കാൻ പറ്റണം, എങ്ങനെയെങ്കിലും അത് ഏതെങ്കിലും ഒരു രീതിയിൽ അത് ഒബ്സർവ് ചെയ്യാൻ പറ്റണം. അതാണ് എന്ത് ബിഹേവിയറിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, എന്ത് ഒബ്സർവബിൾ ആയിരിക്കണം. പിന്നെ അടുത്തതാണ് ഇൻക്ലൂഡ്സ് ആക്ഷൻസ് ആൻഡ് റെസ്പോൺസസ്. നമ്മുടെ ഓരോ ബിഹേവിയറും അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുന്ന കാര്യം എന്തായിരിക്കണം, ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ആക്ഷൻസും റെസ്പോൺസസും ഇൻക്ലൂഡ് ചെയ്യണം. നമ്മുടെ കൈകൊണ്ടുള്ള ആക്ഷൻസ് ആവാം, നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ റെസ്പോൺസസ് ആവാം, അതൊക്കെ എന്തായിരിക്കണം, ഇറ്റ് എൻകംപാസസ് ഓൾ ആക്ഷൻസ് ആൻഡ് റെസ്പോൺസസ് ഓഫ് ഓർഗാനിസം ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. നമ്മുടെ ആക്ഷൻസും റെസ്പോൺസസും ഒക്കെ എന്തായിരിക്കണം, ഇൻക്ലൂഡ് ആവണം. അത് ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാനും പറ്റണം. ഇതാണ് എന്ത് അടുത്ത നേച്ചർ ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ബിയോണ്ട് ബോഡിലി മൂവ്മെന്റ്സ്. നമ്മുടെ ബോഡിലി മൂവ്മെന്റ്സിന് അതീതമായിട്ട് എന്താണ് ബിഹേവിയേഴ്സ് ഉണ്ട്. ബിഹേവിയേഴ്സിന്റെ ഒരു നേച്ചറാണ് എന്ത്, ബോഡിലി മൂവ്മെന്റ്സിനും അതീതമായിരിക്കും, അതിലും കൂടുതലുണ്ട്. അതായത് ബിഹേവിയർ ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി ഫിസിക്കൽ ആക്ഷൻസ് ബട്ട് ഓൾസോ മെന്റൽ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്സസ്. അതായത് ഫിസിക്കൽ ആക്ഷൻസ് മാത്രമല്ല ബിഹേവിയറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, മെന്റൽ പ്രോസസ്സും അതുപോലെ തന്നെ കോഗ്നിറ്റീവ് പ്രോസസ്സും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ബിഹേവിയറിൽ. പിന്നെ അതുപോലെ തന്നെ ഇന്റേണൽ ഇവന്റ്സ്, ദിസ് ഇൻക്ലൂഡ്സ് ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ്സ്, തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് അതർ ഇന്റേണൽ ഇവന്റ്സ്. നമ്മുടെ ഇന്റേണൽ ഇവന്റ്സും കൂടി എന്താണ്
ബിഹേവിയറിൻ്റെ ഒരു നേച്ചറാണ്. ഇന്റേണൽ ഇവൻസും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതായത് നമ്മുടെ ഫീലിങ്സ് ആയിക്കോട്ടെ, ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, അതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റും അല്ലെ ബിഹേവിയർ ആയിട്ട്. അതാണ് പറഞ്ഞത് ഇന്റേണൽ ഇവൻസും കൂടി അടങ്ങിയിട്ടുള്ളതാണ് എന്ത് ബിഹേവിയർ എന്നുള്ളത്. പിന്നെ അടുത്തതാണ് ഇൻഡയറക്ട്ലി മെഷറബിൾ ആയിരിക്കണം. ഇൻഡയറക്ട്ലിയും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. അതായത് നമ്മുടെ ഡയറക്റ്റ്ലി ഒബ്സർവബിൾ ആയിട്ടുള്ള ആക്ഷൻസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പക്ഷെ ഇൻഡയറക്ട്ലി എങ്ങനെ നമ്മൾ മെഷർ ചെയ്യാം? അതായത് വോക്കൽ ബിഹേവിയർ, റിയാക്ഷൻസ് ടു സിറ്റുവേഷൻസ്, നമ്മൾ വോക്കലില്ലേ, നമ്മൾ സംസാരിക്കുന്നതാവാം, നമ്മുടെ സ്പീച്ച് ആവാം, അങ്ങനത്തെ കാര്യങ്ങളിലൂടെ നമുക്ക് ബിഹേവിയർ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സിറ്റുവേഷൻസിനോടുള്ള ഒരു പ്രത്യേക സിറ്റുവേഷൻസിനോടുള്ള ഒരാളുടെ റിയാക്ഷൻ വെച്ചിട്ട് അയാളുടെ ബിഹേവിയർ കണ്ടുപിടിക്കാൻ പറ്റൂലേ, അയാൾ പേഷ്യൻസ് ഉള്ള ആളാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. സോ അതാണ് പറഞ്ഞത് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്തും കൂടി ആയിരിക്കണം, ഇൻഡയറക്ട്ലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതും കൂടി ആയിരിക്കണം. സോ ഇത്രയും നേച്ചറാണ് അല്ലെങ്കിൽ ബിഹേവിയറിന്റെ കോമ്പണൻസ് ആണ് ഉള്ളത്. ബിഹേവിയറിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം ഒബ്സർവബിൾ ആയിരിക്കണം, ആക്ഷൻസും റെസ്പോൺസും ഇൻക്ലൂഡഡ് ആയിരിക്കണം, ബോഡിലി മൂവ്മെന്റ്സ് ബിയോണ്ട് ബോഡിലി മൂവ്മെന്റ്സ് ആണ്, പിന്നെ ഇന്റേണൽ ഇവന്റ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കണം, ഇൻഡയറക്ട്ലി മെഷർ ചെയ്യാനും പറ്റണം. സോ ഇത്രയും ആണ് നേച്ചർ ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. എന്താണ് ബിഹേവിയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കാം. ഇൻഫ്ലുവൻസ്ഡ് ബൈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ്. അതായത് നമ്മുടെ ബയോളജിക്കൽ, കൾച്ചറൽ, പാസ്റ്റ് എക്സ്പീരിയൻസ്, മോട്ടിവേഷണൽ, എൻവിറോൺമെന്റൽ, സോഷ്യൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ്. സോ ഇത്രയും ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ബയോളജിക്കലി എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയർ ഇൻഫ്ലുവൻസ്ഡ് ആവുക? അതായത് നമ്മുടെ ജെനറ്റിക്സ് വഴി അല്ലേ, അതായത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ബിഹേവിയേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സോ അത് നമുക്ക് പറയാം ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണെന്ന്. പിന്നെ അതുപോലെ തന്നെ കൾച്ചറൽ, ഓരോ കൾച്ചറിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടാവും അല്ലേ. ചില കൾച്ചറിൽ നമ്മൾ എന്താ പറയുക, ഷേക്ക് ഹാൻഡ് കൊടുക്കുക എന്നുള്ളത് ഓക്കെ ആയിരിക്കും, പക്ഷെ ചില കൾച്ചറിൽ അത് ഓക്കെ ആയിരിക്കില്ല. സോ അങ്ങനത്തെ കൾച്ചറൽ സംഭവം വെച്ചിട്ട് ബിഹേവിയർ ചേഞ്ച് ആവും. സോ ഇൻഫ്ലുവൻസ്ഡ് ബൈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആട്ടോ. ഇത്രയും ഫാക്ടേഴ്സ് നമ്മുടെ ബിഹേവിയറിനെ എന്താക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേരീസ് ഇൻ കോംപ്ലക്സിറ്റി ആണ്. അതായത് ബിഹേവിയർ റേഞ്ചസ് ഫ്രം സിമ്പിൾ ആക്ഷൻസ് ടു ഹൈലി കോംപ്ലക്സ് ആക്ടിവിറ്റീസ്. സിമ്പിൾ ആക്ഷൻസ്, അതായത് നമ്മൾ ഒരു പെന്ന് പിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്നീസ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ എന്താണ് സിമ്പിൾ ആക്ഷൻസ് ആണ് ബിഹേവിയറായിട്ട് ബന്ധപ്പെട്ട. അതുപോലെ തന്നെ വലിയ ആക്ഷൻസും ഉണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് ഗിറ്റാർ പ്ലേ ചെയ്യുക, സൈക്ലിംഗ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സിമ്പിൾ ആക്ഷൻസ് മുതൽ ഹാബിറ്റ്സ് ടു ഹൈലി കോംപ്ലക്സ് ആക്ടിവിറ്റീസ് ആണ്. അതായത് സിമ്പിൾ ആക്ഷൻസ് എന്ന് പറയുമ്പോൾ പിക്കിങ് എ പെന്നൊക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഹാബിറ്റ്സ്, നമ്മൾ സൈക്ലിംഗ് ഹാബിറ്റ്സ്, പിന്നെ രാവിലെ ഒന്നും പിന്നെ ജിമ്മിന് പോണ ആക്ടിവിറ്റീസ്. പിന്നെ അതുപോലെ തന്നെ അതുമുതൽ ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് റിപ്പയറിങ് എ കാർ, ലാൻഡിങ് ഓൺ ദ മൂൺ, അങ്ങനത്തെ ഹൈലി കോംപ്ലക്സ് ആയിട്ടും, അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി ഇങ്ങനെ വേരി ചെയ്യും. ഹൈലി ആയിരിക്കും, പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ബിഹേവിയർ വരിക എന്നുള്ളതാണ്. പിന്നെ അടുത്തതാണ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻഡിവിജ്വൽ ആൻഡ് എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്. നമ്മുടെ ബിഹേവിയറിനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും അതുപോലെ തന്നെ എൻവിറോൺമെന്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ നീഡ്സ് ആയിരിക്കും അല്ലേ. അതായത് നമ്മളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ബിഹേവിയറാണ് കാണിക്കാം? നമ്മൾ പോയി ഫുഡ് കഴിക്കും അല്ലേ. നമ്മുടെ ഫുഡ് കഴിക്കുന്ന ബിഹേവിയർ എന്താവും, അവിടെ വരും. സോ അതാണ് ഫിസിയോളജിക്കലി എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ സൈക്കോളജിക്കലി വരുമ്പോൾ നമ്മുടെ ഐഡിയാസ്, ഒപ്പീനിയൻസ്, ആറ്റിറ്റ്യൂഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരുമ്പോൾ എന്താണ്, നമ്മളെ ഫിസിക്കൽ സറൗണ്ടിങ്സ്, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, പിന്നെ ലാർജ് സൊസൈറ്റി ആണെങ്കിൽ അത്, പിന്നെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിലൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ലോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ പൈസക്കൊക്കെ ആളെന്തായിരിക്കും, ചിലപ്പോൾ അയാൾ സ്റ്റീലിംഗ് ബിഹേവിയറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അയാളുടെ എന്താ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്തത്, ആ ഒരു ബിഹേവിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാളുടെ സാമ്പത്തിക സ്ഥിതിയാണ് അല്ലേ. സോ അങ്ങനത്തെ ബിഹേവിയർ, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വേറൊരു തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബിഹേവിയറിലേക്ക് നയിക്കും. സോ അതാണ് പറഞ്ഞത് എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സും നമ്മുടെ ബിഹേവിയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്.
സോ നമ്മൾ പറഞ്ഞ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ അല്ലെ മൂന്നാമത്തേതാണ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻഡിവിജ്വൽ ആൻഡ് എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്. പിന്നെ എന്താണ് നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഷോസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓരോ ആൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും കേട്ടോ. ഈവൻ ഐഡന്റിറ്റിക്കൽ ആയിട്ടുള്ള ട്വിൻസിന് പോലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് വരും. അതായത് ബിഹേവിയേഴ്സ് വാരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ഡ്യൂ ടു ഡിഫറൻസസ് ഇൻ ഫിസിയോളജിക്കൽ കണ്ടീഷൻ, പാസ്റ്റ് എക്സ്പീരിയൻസസ്, എബിലിറ്റീസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്സ്. അതായത് നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അതായത് ഫിസിയോളജിക്കൽ കണ്ടീഷൻ വെച്ചിട്ട്, അതുപോലെ തന്നെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട്, നമ്മൾ ഓരോരുത്തരുടെയും എബിലിറ്റീസ് വെച്ചിട്ട്, നമ്മൾ ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ട് നമ്മുടെ എന്ത് മാറും, നമ്മുടെ ബിഹേവിയേഴ്സ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇൻഡിവിജ്വൽസ്. ഓരോ ഇൻഡിവിജ്വൽസിനും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. കാരണം എന്താണ് ഇത്രയും ഫാക്ടേഴ്സ് ആട്ടോ. പിന്നെ അടുത്തതാണ് എക്സിബിറ്റ് സിമിലാരിറ്റീസ്. നമ്മൾ ചേഞ്ചസ് ഉണ്ടെങ്കിലും ചില ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ നമ്മളൊക്കെ എല്ലാവരും ചില കാര്യങ്ങളിൽ സെയിം ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നുണ്ടാവും. ഒരു ഉദാഹരണത്തിന് നമ്മുടെ കണ്ണിൽ ഒരു പൊടി വീണാൽ നമ്മൾ അത് റിമൂവ് ചെയ്യുന്നത് എല്ലാവരും ഒരുപോലെയാണല്ലേ റിമൂവ് ചെയ്യുക, ഒന്നെങ്കിൽ തിരുമ്മോ അല്ലെങ്കിൽ അതെടുക്കും. സോ അങ്ങനത്തെ ചില ബിഹേവിയർ എല്ലാവരും ഒരുപോലെയാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഓൾവേസ് പേർപ്പസ്ഫുൾ ആൻഡ് ഗോൾ ഡയറക്റ്റഡ് ആയിരിക്കും. നമ്മുടെ ബിഹേവിയേഴ്സ് പേർപ്പസ്ഫുൾ ആയിരിക്കും അല്ലേ. അതായത് നമുക്ക് രണ്ട് തരത്തിലാണ് നമ്മൾ ഗോളിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഒന്ന് അപ്രോച്ച് ബിഹേവിയറും രണ്ടാമത്തത് അവോയ്ഡൻസ് ബിഹേവിയർ ആട്ടോ. അപ്രോച്ച് ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗോളിലേക്ക് നമ്മൾ അടുക്കും. സോ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ചെയ്തിട്ട് ആ ഒരു ഗോൾ നേടിയെടുക്കും. പക്ഷെ അവോയ്ഡൻസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിമുലസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാണ്, നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റിമുലസിനെ. അതായത് ഇപ്പം നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പം ഒരു നായ വരികയാണ്, അപ്പോൾ ആ ഒരു നായനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിഹേവിയർ ആണ് കാണിക്കുക. അതായത് നായ എന്ന് പറഞ്ഞൊരു സ്റ്റിമുലസിലേക്ക് എത്താതിരിക്കാനുള്ള ബിഹേവിയർ. സോ അതാണ് എന്ത്, അവോയ്ഡൻസ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ചേഞ്ചബിൾ ടു ലാർജ് എക്സ്റ്റെൻഡ് ആണ്. അതായത് ബിഹേവിയർ ക്യാൻ ബി മോഡിഫൈഡ് ബൈ ആൾട്ടറിങ് ദ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ത്രൂ പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസസ് ലേണിംഗ്. നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ലാർജ് എക്സ്റ്റെൻഡിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ പുതിയ ലേണിംഗ് കാര്യങ്ങളിലെ നമ്മുടെ ലേണിംഗ് തിയറീസ് ഒക്കെ ഉണ്ട് അല്ലേ. അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പറൻറ്റ് കണ്ടീഷനിങ്, അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ബിഹേവിയേഴ്സ് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ എന്താണ് ബിഹേവിയേഴ്സ് ലേണിംഗ് വഴി അല്ലെങ്കിൽ എന്താ പറയുക എക്സ്പീരിയൻസസ് വഴി പ്രാക്ടീസ് വഴിയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചേഞ്ചിങ് നമുക്ക് എന്താണ് സാധ്യമാക്കുക, ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഡെവലപ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നല്ല ലേണിങ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലാസിക്കൽ ഒപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ്, പണിഷ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്തെടുക്കുക. സോ അത്തരത്തിലുള്ള നമ്മുടെ തെറാപ്യൂട്ടിക് ടെക്നിക്സും അവൈലബിൾ ആണ് അല്ലേ. തെറാപ്പിസ്റ്റിൻ്റെ ഒക്കെ അടുത്ത് പോയാൽ നമുക്ക് ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ ബിഹേവിയർ എന്താക്കാൻ പറ്റും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ആര് പറയുന്നത്, നമ്മൾ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ പറയുന്നത്. അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ ആണ് എന്ത്, ചേഞ്ചബിൾ ടു ലാർജ് എക്സ്റ്റെൻഡ് ആണ് എന്ത് ബിഹേവിയർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് ആൾസോ ഷോസ് സ്റ്റെബിലിറ്റി. ചേഞ്ച് ചെയ്യാൻ പറ്റെങ്കിലും ഒരു എന്താ പറയുക ചില ബിഹേവിയേഴ്സ് സ്റ്റെബിലിറ്റി കാണിക്കുന്നതാണ് പറയുന്നത്. അതായത് while behaviors can change, there is also a certain level of stability. Not all behaviors change with every environmental shift and some pattern persists over time. അതായത് ചില തരത്തിലുള്ള ബിഹേവിയേഴ്സ് എന്താക്കും, നമ്മൾ കുറേ കാലത്തിന് അവിടെ തന്നെ നിലനിൽക്കുന്ന പറയുന്നത്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പേഴ്സിസ്റ്റ് ഓവർ ടൈമാണ്. അതായത് ഇപ്പോൾ എൻവിറോൺമെൻറ്റൽ ഷിഫ്റ്റ് ഉണ്ടായാലും ചില ലേണിംഗ് സംഭവങ്ങളൊക്കെ കൊണ്ടിട്ട് നമുക്ക് ബിഹേവിയേഴ്സ് മാറ്റാൻ നോക്കിയാലും മാറില്ല. കാരണം ഒരു കാലത്തിലേക്ക് അല്ലെങ്കിൽ കുറച്ച് ടൈമിലേക്ക് അവിടെ ആ ഒരു ബിഹേവിയർ പേഴ്സിസ്റ്റ് ആയി നിൽക്കും, ചേഞ്ച് ആവില്ല എന്നാണ് വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ പറയുന്നത്. പിന്നെ അടുത്തതാണ് വേറൊരു ക്യാരക്ടറാണ് ഇൻ്റഗ്രേറ്റഡ് ആണ് നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ വൂൾ ബിഹേവിയർ അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, ആളുടെ ലേണിങ്, അതുപോലെ തന്നെ അനദർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ്, പിന്നെ അദ്ദേഹത്തിൻ്റെ പേർപ്പസ് എന്നിവ കൊണ്ടൊക്കെ എന്താണ് ഷേപ്പ്
ഷേപ്പ് ചെയ്തിട്ട് വരുന്നതാണ് എന്ത് നമ്മുടെ സ്റ്റൈൽ ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ് ഇൻ്റഗ്രേറ്റഡ് ആണ്. പല കാര്യങ്ങളും ആ ഒരു ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ആൾക്കാർ അവരുടെ സ്റ്റൈൽ ഓഫ് ബിഹേവിയർ കാണിക്കുന്നത്. അവരെങ്ങനെയാണോ പെരുമാറുന്നത് അത് കാണിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്, ഒരുമിച്ച് വന്നതുകൊണ്ടാണ്. സോ അതാണ് ആ ഒരു ക്യാരക്ടർ പറയുന്നത്. പിന്നെ അടുത്ത ക്യാരക്ടറാണ് കോംപ്ലക്സ് ഫിനോമിനൻ ആണ്. നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് കോംപ്ലക്സ് ആണ് അല്ലേ. അതായത് ഈസി ടാസ്ക് അല്ല പഠിക്കുന്നതിൽ, കുറേ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഒരാളെ ബിഹേവിയർ ഷേപ്പ് ചെയ്യപ്പെടുന്നത്. സോ അതുപോലെ തന്നെ ബിഹേവിയർ ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ, നമ്മൾ പഠിച്ചു. സോ ഇത്തരത്തിലുള്ള മൾട്ടി ഫേസറ്റഡ് ആയിട്ടുള്ള നേച്ചറാണ് ബിഹേവിയറിനുള്ളത്. അതുകൊണ്ട് തന്നെ ബിഹേവിയർ എന്ന് പറഞ്ഞൊരു സംഭവം എന്താണ്, കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതാണ് വേറൊരു ക്യാരക്ടർ, ബിഹേവിയറിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ നമ്മൾ ബിഹേവിയറിന്റെ എത്ര ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു? ഇൻഫ്ലുവൻസ്ഡ് ബൈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ നമ്മൾ പറഞ്ഞു അല്ലേ. എത്ര ബിഹേവിയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഇൻഫ്ലുവൻസ്ഡ് ബൈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ്, വേരീസ് ഇൻ കോംപ്ലക്സിറ്റി, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻഡിവിജ്വൽ ആൻഡ് എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്, ഷോസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് and changeable to large extent, also shows stability. സോ ഇത്രയും കാര്യം, പിന്നെ ഇൻ്റഗ്രേറ്റഡ് ആണ്, അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫിനോമിനയാണ് നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. സോ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലേ ബിഹേവിയറിന്റെ നമ്മൾ നോക്കിയിട്ടുള്ളത്. സോ ക്ലിയർ അല്ലേ എല്ലാവർക്കും? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി അടുത്ത യൂണിറ്റിലേക്ക് പോയാലോ. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിലെ സബ്ജക്റ്റിലെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറഞ്ഞ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി ആട്ടോ നമ്മൾ നോക്കുന്നത്. അടുത്ത ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ നമ്മൾ പറഞ്ഞു പോണത്. സോ നമ്മൾ നോക്കുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി ആണ്. എന്താണ് സൈക്കോളജിന്റെ നേച്ചർ, എന്താണ് സൈക്കോളജി എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞു അല്ലേ. സൈക്കോളജിന്റെ കുറേ ഡെഫിനിഷൻസ് പറഞ്ഞു. സോ അതൊക്കെ തന്നെയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് സൈക്കോളജി ഈസ് എ സയൻസ് ദാറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ റിലേഷൻ ടു കോണ്ടെക്സ്റ്റ് ആൻഡ് അതർ ഇൻഡിവിജ്വൽസ്. അതായത് കോണ്ടെക്സ്റ്റ് അനുസരിച്ചും അതുപോലെ തന്നെ അതർ ഇൻഡിവിജ്വൽസിന്റെ അതർ ഇൻഡിവിജ്വൽസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റും പല കോണ്ടെക്സ്റ്റും നമ്മളെ ബിഹേവിയറിനെ അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിനെ മെന്റൽ സ്റ്റേറ്റിനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത്. സോ അതാണ് നമ്മുടെ സൈക്കോളജിയുടെ നേച്ചർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് ഇറ്റ് aims to find the causes of specific behavior in specific situations through observation and learning. നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയറിന്റെ കോസസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു നേച്ചർ പറയുന്നത് സൈക്കോളജിന്റെ. അതായത് ഒബ്സർവേഷൻ, അതുപോലെ തന്നെ ലേണിംഗ്, അങ്ങനെ അത്തരത്തിലുള്ള എക്സ്പെരിമെന്റൽ മെത്തേഡ് വെച്ചിട്ട് നമ്മുടെ ഒരു ബിഹേവിയറിന്റെ പിന്നിലുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. വേറൊരു നേച്ചർ ഓഫ് സൈക്കോളജിയിലെ ചെറിയൊരു ഡെഫിനിഷൻ പോലെ നമ്മൾ പറയുന്നത് നേച്ചർ ഓഫ് സൈക്കോളജി പറയുമ്പോൾ. സോ ഇതാണ് നമ്മുടെ നേച്ചർ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. സോ മനസ്സിലായില്ലേ നേച്ചർ ഓഫ് സൈക്കോളജി എന്താന്ന്? സോ ഇനി നമുക്ക് എന്താക്കാം, നേച്ചർ ഓഫ് സൈക്കോളജി പറഞ്ഞു അല്ലേ. സോ ഇനി ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി ആണ് കേട്ടോ. സ്കോപ്പ് ഓഫ് സൈക്കോളജി നോക്കുമ്പോൾ നമ്മൾ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി കൂടി നോക്കും. ആ ഒരു സൈക്കോളജിന്റെ സ്കോപ്പ് ഏതൊക്കെ രീതിയിലാണ് പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് സൈക്കോളജി ഈ ഒരു വേൾഡിൽ അല്ലെങ്കിൽ ഈ ഒരു വേൾഡിൽ സ്കോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കാം. ബ്രാഞ്ചസ് ഓഫ് സയൻസ്, അതായത് സൈക്കോളജിന്റെ അല്ലെങ്കിൽ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള സയൻസിന്റെ ബ്രാഞ്ചസും അല്ലെങ്കിൽ സൈക്കോളജിന്റെ ബ്രാഞ്ചസും 3 രീതിയിലാണ് പറയാം. ബേസിക് അക്കാദമിക് ബ്രാഞ്ച് ഉണ്ട്. അതായത് അക്കാദമിക് ക്യൂരിയോസിറ്റി ആണ് മെയിൻ ആയിട്ടുള്ള സംഭവം. അതായത് ബേസിക് തിയറീസും അതുപോലെ തന്നെ അക്കാദമിക്കലായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് പിന്നെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ തിയറീസും ഒക്കെ. അതായത് ഫിസിക്സിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഒരു തിയറിയാണ് ന്യൂട്ടന്റെ അല്ലെ തിയറി. സോ അതുപോലെ തന്നെ സൈക്കോളജിയിൽ പല തിയറീസും ഉണ്ട് അല്ലെ. ലേണിംഗ് തിയറീസ് ഉണ്ട്, അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്. സോ അങ്ങനത്തെ തിയറീസ് ബേസ്ഡ് ആയിട്ടുള്ള അക്കാദമിക്കലി തിയറീസ് പഠിക്കുന്ന ബ്രാഞ്ചാണ് അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് സൈക്കോളജിയാണ് ബേസിക് അല്ലെങ്കിൽ അക്കാദമിക് ബ്രാഞ്ച് എന്ന് പറയുന്നത്.
പിന്നെ അടുത്തതാണ് അപ്ലൈഡ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു തിയറീസ് എന്താണ് യൂസ് ചെയ്യാണ്, അതായത് പലതരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു തിയറീസിൻ്റെ നോളജ് അപ്ലൈ ചെയ്യുന്നതാണ് എന്ത് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. പല പല തിയറീസ് ഉപയോഗിച്ചിട്ട് പല പല പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതാണ് എന്ത് അപ്ലൈഡ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഇന്റർ കണക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ രണ്ടും കൂടി, ഈ ഒരു ബേസിക് അക്കാദമിക് ബ്രാഞ്ചും അപ്ലൈഡ് ബ്രാഞ്ചും കൂടി തമ്മിലുള്ള ഇന്റർ കണക്ഷൻ ആണ് ഇന്റർ കണക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിൽ വരിക നമ്മുടെ ചില തിയറീസ് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യും, ആ ഒരു തിയറീസ് അപ്ലൈ ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യും. ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് നമുക്ക് എന്താക്കും, പുതിയൊരു തിയറി വരും. അപ്പോൾ ആ ഒരു ന്യൂ ബേസിക് തിയറി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ഇങ്ങനെ ഇന്റർ കണക്ട് ആയിട്ട് പോകുന്നത് ആണ് എന്ത് ഇന്റർ കണക്ഷൻ ബ്രാഞ്ച് എന്ന് പറയുന്നത്. സോ ഇതാണ് എന്ത് ബ്രാഞ്ചസ് ഓഫ് സയൻസ് അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറയുന്നത്. സോ 3 ബ്രാഞ്ച് ആയിട്ടുള്ളത്. ഇനി ഏർലി ക്ലാസിഫിക്കേഷൻ ഓഫ് സൈക്കോളജി ആണ് കേട്ടോ നോക്കുന്നത്. അതായത് എന്തായിരുന്നു ഏർലി ക്ലാസിഫിക്കേഷൻ ഓഫ് സൈക്കോളജി? ജനറൽ സൈക്കോളജി അല്ലേ, ജനറൽ സൈക്കോളജി ഒരു ഏർലി ക്ലാസിഫിക്കേഷൻ ആണ് സൈക്കോളജിൻ്റെ. അതായത് നമ്മൾ ജനറൽ സൈക്കോളജിയിൽ നമ്മൾ പറയുന്നത് എന്താണ്, generalities and similarities in behavior especially among normal adults. നോർമൽ അഡൽട്സിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും അവരുടെ ബിഹേവിയേഴ്സ് തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും ആണ് എന്ത് ജനറൽ സൈക്കോളജിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് പണ്ട് കാലത്ത്. പിന്നെ ഡിഫറൻഷ്യൽ സൈക്കോളജിയാണ്, അതായത് ഫോക്കസ് ഓൺ ദ ഒബ്സർവേഷൻ, മെഷർമെന്റ് ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അതായത് നമ്മൾ പറഞ്ഞു ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണല്ലേ, ആ ഒരു ഡിഫറൻസസ് മെഷർ ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടും മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത്, അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷനാണ്, സൈക്കോളജിൻ്റെ ക്ലാസിഫിക്കേഷനാണ് എന്ത് ഡിഫറൻഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ബ്രോഡ് ഡിവിഷൻസ് എന്താണ്, ഈ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഡിവിഷൻസ് എന്താക്കി, ഈ സൈക്കോളജിൻ്റെ ഡിവിഷൻസ് ഫെർദർ ബ്രാഞ്ചസിലേക്ക് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഫെർദർ ബ്രാഞ്ചസ് ഉണ്ടാവാൻ തുടങ്ങി. അതിലൊന്നാണ് എന്ത് ജനറൽ സൈക്കോളജിയും അതുപോലെ തന്നെ അപ്ലൈഡ് സൈക്കോളജിയും. സോ ജനറൽ സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജിയും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഏർലി ക്ലാസിഫിക്കേഷൻ. ജനറൽ സൈക്കോളജിയും അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ സൈക്കോളജിയാണ് പണ്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതാണ് എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതും ഏർലി ക്ലാസിഫിക്കേഷൻ ആട്ടോ സൈക്കോളജിൻ്റെ. എക്സ്പെരിമെന്റൽ സൈക്കോളജി ബേസിക് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആട്ടോ ഏർലി. ഫോക്കസ്ഡ് ഓൺ റിസർച്ച് ഇൻ ഫിസിയോളജിക്കൽ ലേണിംഗ് ആൻഡ് പെർസെപ്ഷൻ പ്രോസസ്സ്. മെയിനായിട്ട് നമ്മൾ റിസർച്ചിലാണ് ഈ ഒരു എക്സ്പെരിമെൻ്റൽ സൈക്കോളജി ഫോക്കസ് ചെയ്തിരുന്നത്. അതായത് ഫിസിയോളജിക്കൽ ആയിക്കോട്ടെ, ലേണിംഗ് ആയിക്കോട്ടെ, പെർസെപ്ഷൻ ആയിക്കോട്ടെ, അങ്ങനത്തെ എന്താണ് ഒരു റിസർച്ചിലാണ് മെയിനായിട്ട് ഈ ഒരു എക്സ്പെരിമെൻ്റൽ സൈക്കോളജി ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നെ എയിംസ് ടു അണ്ടർസ്റ്റാൻഡ് ഫണ്ടമെൻ്റൽ കോസസ് ഓഫ് ബിഹേവിയർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുമ്പോൾ കോസസും കൂടി നമ്മൾ പഠിക്കുന്ന, അതായത് എന്തുകൊണ്ട് ഈ ഒരു ബിഹേവിയർ ഉണ്ടായി, അത് നമ്മൾ മെയിനായിട്ടും ആ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് ഏതിലൂടെയാണ്, നമ്മൾ എക്സ്പെരിമെന്റൽ സൈക്കോളജിയിലൂടെയാണ്. അവർ തന്നെ ഈ ഒരു എന്തുകൊണ്ട് ബിഹേവിയർ ഉണ്ടായി എന്നുള്ള കോസ് കണ്ടുപിടിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റഡീസ് ബേസിക് പ്രോസസ്സസ്. നമ്മുടെ ബേസിക് പ്രോസസ്സ് ആയിട്ടുള്ള മെമ്മറി, ലേണിങ്, തിങ്കിങ്, സെൻസേഷന്, പെർസെപ്ഷന്, മോട്ടിവേഷന്, ഇമോഷന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കാൻ തുടങ്ങി എക്സ്പെരിമെന്റൽ സൈക്കോളജിയിലൂടെ പഠിക്കാൻ തുടങ്ങി. പല എക്സ്പെരിമെന്റിലൂടെയും, അതായത് ഇപ്പോൾ മെമ്മറിക്ക് വേണ്ടി എക്സ്പെരിമെന്റ് ഉണ്ട്, ഷോർട്ട് ടേം മെമ്മറി, അങ്ങനത്തെ ലോങ് ടേം മെമ്മറി, അങ്ങനത്തെ മെമ്മറിക്കൊക്കെ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെന്റ് ഉണ്ട്. സോ അതുവഴി നമ്മൾ എന്താക്കാൻ തുടങ്ങി, ഇത്രയും കാര്യങ്ങളെ എക്സ്പെരിമെന്റലായി സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ഹൗ ബിഹേവിയർ ഇസ് മോഡിഫൈഡ്, how information is processed, how sensory systems work and the factors that drive behaviors. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്താക്കാൻ തുടങ്ങി, കാര്യങ്ങളെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തിലെ എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്, സെൻസറി സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ബിഹേവിയറിനെ ഡ്രൈവ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ എക്സ്പെരിമെന്റൽ സൈക്കോളജി മുന്നോട്ട് വെച്ചിരുന്നത്. ഇത്രയും ഹൈലൈറ്റ്സ് ആണ് കേട്ടോ അവരുടെ ഉള്ളത്. പിന്നെ നോൺ എക്സ്പെരിമെന്റൽ സൈക്കോളജിയാണ്. അത് മെയിനായിട്ട് എന്താണ്, ഒരു ഏർലി ബേസിക് ബ്രാഞ്ച് തന്നെയാണ്. മറ്റേനെ പോലെ തന്നെ എക്സ്പെരിമെന്റൽ സൈക്കോളജിനെ പോലെ തന്നെ ഇത് എന്താണ് പേഴ്സണാലിറ്റി, സോഷ്യൽ ആൻഡ് ഡെവലപ്മെന്റൽ പ്രോസസ്സാണ് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തതാണ് സബ് ഫീൽഡ് ഓഫ് സൈക്കോളജി. സൈക്കോളജിന്റെ സബ് ഫീൽഡ് അതെന്താണ്, ബേസിക് സബ് ഫീൽഡ്സും ഉണ്ട്, അതുപോലെ തന്നെ അപ്ലൈഡ് സബ് ഫീൽഡ്സും ആണുള്ളത്. 2 തരത്തിലുള്ള ഫീൽഡ്സ് ആണുള്ളത്. സോ ഈ ഒരു ടേം അല്ലെങ്കിൽ ബ്രാഞ്ച്, ഫീൽഡ്, ഏരിയ, ഡിവിഷൻ, സബ് ഡിവിഷൻ എന്നൊക്കെ നമ്മൾ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്നതാണല്ലേ. സൈക്കോളജിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ജനറൽ ബ്രാഞ്ചുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അപ്ലൈഡ്
ബ്രാഞ്ചുമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, സബ് ഫീൽഡ് ഓഫ് സൈക്കോളജി. സോ നമുക്ക് നോക്കാം അല്ലേ എന്തൊക്കെയാണ് ബേസിക് സൈക്കോളജി സബ് ഫീൽഡ്സ് എന്ന്. ബയോസൈക്കോളജി ഉണ്ട്, അതായത് ഡീൽസ് വിത്ത് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയറിന്റെ ബയോളജിക്കൽ ബേസിസ് ആണ് മെയിൻ ആയിട്ടും ബയോസൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. സോ എന്തായിരിക്കും അത്? ഫിസിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺസ്, എൻഡോക്രൈൻ സിസ്റ്റം, അത് പിന്നെ അതുപോലെ തന്നെ ജെനറ്റിക്സ്, പിന്നെ അതുപോലെ തന്നെ ബ്രെയിനിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലേ, ബ്രെയിനിന്റെ ഫിസിയോളജി ഒക്കെ പഠിക്കുന്ന എന്തിലാണ്? നമ്മൾ ബയോസൈക്കോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിലാണ്. അത് എന്താണ്? നമ്മുടെ സൈക്കോളജീന്റെ ബേസിക് ആയിട്ടുള്ള സബ് ഫീൽഡാണ്. പിന്നെ അടുത്തതാണ് എന്ത്? കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ ഇൻഫോർമേഷൻ പ്രോസസ്സിങ്, നമ്മുടെ ഇൻഫോർമേഷൻ പ്രോസസ്സിങ്, സെൻസേഷന്, ലാംഗ്വേജ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് കോഗ്നിറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സസ്, തിങ്കിങ് ആയിക്കോട്ടെ, പ്രോബ്ലം സോൾവിങ് ആയിക്കോട്ടെ, ഡിസിഷൻ മേക്കിംഗ് ആയിക്കോട്ടെ, ലാംഗ്വേജ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, ഇത്രയും കാര്യങ്ങളുടെ എന്താണ് കോസസ് അല്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചെക്ക് ചെയ്യുന്നതാണ് എന്ത്? കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് എന്ത്? കമ്പാരിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡിഫറെൻറ്റ് സ്പീഷീസിൻ്റെ ബിഹേവിയർ തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് എന്ത്? കമ്പാരിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മുടെ എസ്പെഷ്യലി എന്താണ്? ആനിമൽസിൻ്റെയും അതുപോലെ തന്നെ ഹ്യൂമൻസിൻ്റെയും ബിഹേവിയർ ആണ് എന്ത്? കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. സോ അതാണ് എന്ത്? കമ്പാരിറ്റീവ് സൈക്കോളജി. ഈ കമ്പാരിറ്റീവ് സൈക്കോളജിൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ആനിമൽ ബിഹേവിയറിൻ്റെ എന്തെങ്കിലും ഒരു ഇൻസൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത് ഹ്യൂമൻ ബിഹേവിയറിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ്. സോ അതാണ് കമ്പാരിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ കൾച്ചറൽ സൈക്കോളജി ഉണ്ട്. കൾച്ചറൽ സൈക്കോളജി എന്താണ്? മെയിനായിട്ടും ചില കൾച്ചേഴ്സിനെ കുറിച്ച് പഠിക്കാനും, അതായത് കൾച്ചർ തമ്മിലുള്ള ഡിഫറൻസ്, പല കൾച്ചേഴ്സ് തമ്മിലും പല പല ഡിഫറൻസും ഉണ്ടാവും അല്ലേ, നമ്മളെ കൾച്ചർ ആയിരിക്കില്ല വേറൊരു കൾച്ചർ എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ കൾച്ചർ തമ്മിലുള്ള ഡിഫറൻസസും അതുപോലെ തന്നെ സിമിലാരിറ്റീസും ഒക്കെ റിസർച്ചിലൂടെ പഠിക്കുന്നതാണ് എന്ത്? നമ്മുടെ കൾച്ചറൽ സൈക്കോളജി എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച്. പിന്നെ അടുത്തതാണ് എക്സ്പെരിമെന്റൽ സൈക്കോളജി. എക്സ്പെരിമെന്റൽ സൈക്കോളജി നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ബിഹേവിയറിൻ്റെ പിന്നെ പുറകിലുള്ള കോസസ് കണ്ടുപിടിക്കാൻ, പിന്നെ അതുപോലെ തന്നെ പെർസെപ്ഷന്, ലേണിങ്, മോട്ടിവേഷന്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്താ പറയുക, എക്സ്പെരിമെൻറ്റ്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതാണ് എന്ത്? എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഒരു എക്സ്പെരിമെൻറ്റിൽ കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ നേച്ചുറൽ സെറ്റിങ്സിൽ നടക്കുന്ന എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടാവും. സോ ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻ്റ് വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതാണ് എന്ത്? എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ജെൻഡർ സൈക്കോളജി എന്ന് പറയുന്നത്. ജെൻഡറിനെ കുറിച്ച് പഠിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് ജെൻഡറിൻ്റെ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ ജെൻഡറിൻ്റെ റോൾ എന്താണെന്ന് പഠിക്കുന്നത്, അല്ലെങ്കിൽ ജെൻഡറിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് പഠിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് എന്ത്? നമ്മുടെ ജെൻഡർ സൈക്കോളജി എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ബേസിക് സബ് ഫീൽഡ് എന്ന് പറയുന്നത്. ബയോസൈക്കോളജി ഉണ്ട്, കോഗ്നിറ്റീവ് സൈക്കോളജി ഉണ്ട്, കമ്പാരിറ്റീവ് സൈക്കോളജി ഉണ്ട്, കൾച്ചറൽ സൈക്കോളജി ഉണ്ട്, എക്സ്പെരിമെൻ്റൽ സൈക്കോളജി, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് ജെൻഡർ സൈക്കോളജി. പിന്നെ അടുത്തതാണ് അപ്ലൈഡ് സൈക്കോളജി സബ് ഫീൽഡ്സ്. അതായത് അപ്ലൈഡ് സൈക്കോളജി, ഈ ഒരു തിയറീസ് അപ്ലൈ ചെയ്യുന്നതാണ് അപ്ലൈഡ് സൈക്കോളജി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ അതിൻ്റെ എന്താണ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ സബ് ഫീൽഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് ക്ലിനിക്കൽ സൈക്കോളജി അല്ലേ. എല്ലാവരും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജി സബ് ഫീൽഡാണ് എന്ത്? ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മുടെ ഡിസോർഡേഴ്സിൻ്റെ ഡയഗ്നോസിസ്, അതുപോലെ തന്നെ കോസസ്, ട്രീറ്റ്മെൻറ്റ്സ്, പിന്നെ അങ്ങനത്തെ ഇൻ്റർവെൻഷൻ പ്രോഗ്രാംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് എന്ത്? നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. അബ്നോർമൽ സൈക്കോളജി, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ ഈ ഒരു ബ്രാഞ്ച് അറിയപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈക്കോളജി അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി ബ്രാഞ്ചിൽ നമുക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് തെറാപ്പീസ് ഒക്കെ കൊടുക്കാനേ പറ്റുള്ളൂ. മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആരായിരിക്കും? സൈക്കാട്രിസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ അടുത്തതാണ് കമ്മ്യൂണിറ്റി സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി തലത്തിലുള്ള മെൻ്റൽ ഹെൽത്ത്, പിന്നെ അവരുടെ ആ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ്, പിന്നെ എന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാനുണ്ടെങ്കിൽ അതിൻ്റെ പ്രിവെൻഷൻ, പിന്നെ എഡ്യൂക്കേഷൻ, കൺസൾട്ടേഷൻ, അങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ കമ്മ്യൂണിറ്റി സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എന്ത്? കൺസ്യൂമർ സൈക്കോളജി. അതായത് റിസർച്ചസ്, പാക്കിംഗ്, അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ് മെത്തേഡ്സ് ആൻഡ് കൺസ്യൂമർ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മുടെ കൺസ്യൂമർ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കുന്നത്, അതായത് നമ്മുടെ കൺസ്യൂമേഴ്സിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള പാക്കറ്റിങ്, അതുപോലെ തന്നെ അഡ്വർടൈസിങ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പഠിക്കുന്ന ബ്രാഞ്ചാണ് എന്ത്? കൺസ്യൂമർ സൈക്കോളജി എന്ന് പറയുന്ന ബ്രാഞ്ച്. സോ അടുത്തതാണ് എന്ത്?
കൗൺസിലിംഗ് സൈക്കോളജി എന്താണ്? നമ്മുടെ സൈക്കോളജിൻ്റെ ഒരു മെയിൻ ബ്രാഞ്ചാണ്. ക്ലിനിക്കൽ സൈക്കോളജി പോലെ തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചാണ് എന്ത്? കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു പേഴ്സണൽ പ്രോബ്ലം, ഒരാൾക്ക് എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രോബ്ലംസ് നമ്മുടെ എല്ലാ രീതിയിലും നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സോഷ്യലി അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ, അങ്ങനെ എല്ലാ രീതിയിലും ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ് എന്ത്? നമ്മുടെ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. സോ അതാണ് നമ്മുടെ വേറൊരു സബ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജിയാണ്. അവിടെയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സൈക്കോളജിയാണ് എന്ത്? നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ക്ലാസ് റൂം ഡൈനാമിക്സ്, ക്ലാസ് റൂമിൽ വരുന്ന പ്രശ്നങ്ങൾ, ടീച്ചിങ് സ്റ്റൈൽസ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടേണ്ട കുട്ടികളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ പല രീതിയിലുള്ള ടെസ്റ്റ്, ഇവാലുവേഷൻ പ്രോഗ്രാംസ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്താണ് ഫോക്കസ് ചെയ്യുന്നതാണ് എന്ത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്ന നമ്മുടെ സബ് ഫീൽഡ്. ഇനി അടുത്തതാണ് എർഗണോമിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ എൻജിനീയറിംഗ് ടെക്നോളജീസ് ഹ്യൂമൻ ബിഹേവിയറിലേക്ക് ഇന്റർറിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻസിൻ്റെ എന്താ പറയുക, വർക്ക് പ്ലേസ് മാനേജ്മെൻറ്റ്, അവരുടെ പ്രൊഡക്ഷന്, അതൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള എൻജിനീയറിംഗ് ഡിസൈൻസ് ഉപയോഗിച്ചിട്ടുള്ളതാണ് എന്ത്? എർഗണോമിക്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് മിലിറ്ററി സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മിലിറ്ററി ബേസിസിൽ വരുന്നത്. അതായത് നമ്മുടെ മിലിറ്ററിയിലുള്ള എന്താ പറയുക, ഫോഴ്സസിന് വേണ്ടിയിട്ടുള്ള അവരുടെ മെൻ്റൽ ഹെൽത്ത്, പിന്നെ അവരുടെ വർക്കിംഗ് സ്റ്റൈല്, അതുപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ്, അവരുടെ സ്ട്രെസ് മാനേജ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുന്നതാണ് എന്ത്? മിലിറ്ററി സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് എൻവിറോൺമെൻറ്റൽ സൈക്കോളജി. അതായത് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടി, അതിലൂടെ നമ്മളുടെ ആൾക്കാരുടെ ഹ്യൂമൻസിൻ്റെ മെൻ്റൽ വെൽബീയിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് എന്ത്? എൻവിറോൺമെൻറ്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് എന്ത്? സ്പോർട്സ് സൈക്കോളജി മെയിനായിട്ട് എന്താണ്? നമ്മുടെ സ്പോർട്സിലുള്ള ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ അവരുടെ മോട്ടിവേഷൻ. സ്പോർട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മോട്ടിവേഷൻ ആണല്ലേ മെയിൻ. സോ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ അത് എൻഹാൻസ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ ടീം സ്പിരിറ്റ്, ടീമിൽ എങ്ങനെയാണ് ആൾക്കാർ പെരുമാറേണ്ടത്, അങ്ങനത്തെ രീതികളൊക്കെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ് എന്ത്? നമ്മുടെ സ്പോർട്സ് സൈക്കോളജി എന്ന് പറയുന്നത്. സോ ഇത്രയും എന്താണ് അപ്ലൈഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണ്, അല്ലെങ്കിൽ അപ്ലൈഡ് ആയിട്ടുള്ള സബ് ഫീൽഡ് ആണ് നമ്മുടെ സൈക്കോളജിക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള സബ് ഫീൽഡ്സ് പറഞ്ഞു, അതുപോലെ തന്നെ അപ്ലൈഡ് സബ് ഫീൽഡ്സും നമ്മൾ പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 1 കവർ ചെയ്തിട്ടുള്ളത്. അതായത് യൂണിറ്റ് 1 എന്തായിരുന്നു? നമ്മുടെ ഡെഫിനിഷൻസ് ആണല്ലേ, ഒറിജിൻ ഓഫ് സൈക്കോളജി. യൂണിറ്റ് 2 എന്തായിരുന്നു? നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി. സോ ഈ 2 യൂണിറ്റുമാണ് ബ്ലോക്ക് 1 അത് രണ്ടും നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ഒക്കെ വേണമെങ്കിൽ നോട്ട്സ് അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ടെലഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിൽ ഇതിൻ്റെ നോട്ട്സ് ഒക്കെ അവൈലബിൾ ആട്ടോ. താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലിങ്ക്സ് ഒക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു, നമ്മൾ നടത്തിയിരുന്ന ഗെയിമായിരുന്നു ഇഗ്നു സ്റ്റുഡൻസിന്. തീക്കളി എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടായിരുന്നു. സോ അതിൻ്റെ വിന്നേഴ്സിനെയും കൂടി ഞാൻ അനൗൺസ് ചെയ്യാണ്. നമ്മുടെ EVS എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന സബ്ജക്റ്റിലെ വിന്നറാണ് പാർവതി കൃഷ്ണ. പിന്നെ അതുപോലെ തന്നെ ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ വിന്നറാണ് ദിൽ മുബാറക്. പിന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ വിന്നറാണ് മുഫീദ. സോ ഇത്രയും വിന്നേഴ്സിനാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. സോ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഗെയിമിലൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ്, അതായത് നമ്മുടെ റാപ്പിഡ് 30 എന്ന് പറഞ്ഞ ഫ്യൂച്ചർ പ്ലസ് കൊടുക്കുന്ന ക്രാഷ് കോഴ്സിന് ആർക്കെങ്കിലും എന്താണ് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഗ്നൂല് BA ഫസ്റ്റ് ഇയേഴ്സ്, അതായത് BA സൈക്കോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചേരാം. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ഓൾറെഡി ഏതൊക്കെ സബ്ജക്റ്റാണ് അവൈലബിൾ, എന്തൊക്കെ ഹൈലൈറ്റ്സ് ആണ് ഉള്ളതെന്നൊക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ താങ്ക് യു വെരി മച്ച്.